ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ SSLC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അഥവാ 2024 നമ്മളുടെ 11ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് നോക്കുക. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പഠനം തകൃതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും എക്സാം എഴുതി നല്ല മാർക്കോട് പാസ്സായി നിങ്ങൾ ആഗ്രഹിച്ച വിഷയം തന്നെ +1 എടുത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. First question, the hemoglobin level in gram per deciliters of 7 students are given below. 7 കുട്ടികളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഗ്രാം ഡെസിലിറ്ററിൽ നൽകിയിരിക്കുന്നു. ഫൈൻഡ് ദ മീഡിയൻ ഹീമോഗ്ലോബിൻ ലെവൽ. ഹീമോഗ്ലോബിൻ്റെ അളവിൻ്റെ മാധ്യമം കണക്കാക്കുക. അപ്പോൾ മക്കളെ, ആദ്യം നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, 12.9 12 ചെറുത്. ഇനി 0.9 0.0. അപ്പോൾ ആദ്യം 12.0 വരും, പിന്നെ 12.5 വരും, പിന്നെ 12.6 വരും, പിന്നെ 12.9 വരും, പിന്നെയോ 12 കഴിഞ്ഞിട്ട് 13.7 13.4 വരും, പിന്നെ 13.7 വരും, പിന്നെ 14.1 വരും. കണ്ടോ? 12.0 12.5 12.6 12.9 13.4 13.7 14.1. 7 കുട്ടികളാണ്. 7 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പം അതിലേക്ക് 1 കൂട്ടുക. 7ക്ക് 1 കൂട്ടിയാൽ 8 കിട്ടും. 8ൻ്റെ പകുതി 4. നാലാമത്തെ ആള്, ഇതിൽ നാലാമത്തെ ആൾ ആരാ? 1 2 3 4. 12.9 എന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടുക? 12.9 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം, ദ ഏജ് ഓഫ് വർക്കേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ അറേഞ്ച്ഡ് ആസ് ഫോളോസ്. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എണ്ണം പ്രായമനുസരിച്ച് പട്ടികപ്പെടുത്തിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ വേജസ്, ദ ഏജ് ഓഫ് വിച്ച് വർക്കർ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ ഏജ്. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ എത്രാമത്തെ തൊഴിലാളിയുടെ പ്രായമാണ് മധ്യമ പ്രായമായിട്ട് കണക്കാക്കുന്നത്? ഫൈൻഡ് ദ മീഡിയൻ ഏജ്. തൊഴിലാളികളുടെ മധ്യമ പ്രായം കണക്കാക്കുക. അപ്പോൾ ആദ്യം ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. എങ്ങനെയാ? 9 9ലോട്ട് 10 കൂട്ടിയാൽ 19 19ലോട്ട് 8 കൂട്ടിയാൽ 27 27 3 30 2 32 1 33. ഓക്കെ, അപ്പം 33 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയല്ലേ? അപ്പം 33ലോട്ട് 1 കൂട്ടുക, 34. അതിൻ്റെ പകുതി 17. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ മീഡിയൻ ഏജ് എന്നാണ്. ഇതിൽ 17 വരുന്നത് ഇതാ ഇവിടെയാണ് 17 വരിക. അപ്പം നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കാണണം. 10ക്ക് 30 40 പറയുന്നത് 10 ആണ്, 10 ആളുകളാണ്. അപ്പോൾ പൊതുവ്യത്യാസം 10/10 1 എന്ന് കിട്ടും. ഇനി 10ാമത്തെ ആള്, ഇവിടെ റൗണ്ട് ചെയ്തതിൻ്റെ മേലെ 9 അല്ലേ? അപ്പം 10ാമത്തെ ആളെ കാണുക. 10ാമത്തെ ആളെ എങ്ങനെ കാണുക? പൊതുവ്യത്യാസത്തിൻ്റെ പകുതി ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടുക. പൊതുവ്യത്യാസം 1 ആണ്, അത് 30. അതിൻ്റെ പകുതി 30ലോട്ട് കൂട്ടുമ്പോൾ 30.5. ഇനി നമ്മൾ മീഡിയം കാണും 17ാമത്തെ ആള്. 10ൻ്റെ കൂടെ 7 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 17ാമത്തെ ആള് കിട്ടുക. അപ്പം 10th + 70. 10th 30.5 7 × D 1 ആണ്. 7 × 1 7. അപ്പോൾ 30.5ക്ക് 7 കൂട്ടിയാൽ 37.5. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തു. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എക്സാമുകളൊക്കെ നമുക്ക് ചിലപ്പോൾ മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നിങ്ങളൊരു
കാരണമായി കണക്കാക്കിയാണ്ട് എടുത്തു വെക്കരുത്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കോട് കൂടി പാസ്സാക്കുക, ഉയരങ്ങളിൽ എത്താൻ സാധിക്കണം നമുക്ക്. ഓക്കെ, നമ്മളുടെ കഷ്ടപ്പാടിനും എന്തായാലും നമുക്ക് ഫലം കിട്ടും. ഒരു എന്താ പറയുക, ഒരു പറച്ചിലുണ്ട്, പൗലോ കോലോ പറഞ്ഞിട്ടുണ്ട് അറിയണ പോലെ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നമ്മളുടെ കൂടെ നിൽക്കും എന്ന് പറയണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി എക്സാം നന്നായിട്ട് പോയി എഴുതുക. നമ്മളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ ചെയ്തു. സിലബസ് മാറിയ വർഷം മുതൽ 2019 മുതൽ 2024 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും നമ്മൾ ചെയ്തു. അതിൻ്റെയൊക്കെ ലിങ്ക്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ഉണ്ട്. അത് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇനി നിങ്ങളുടെ കയ്യിലാണ് ബോൾ കിടക്കുന്നത്. അത് ഗോളാക്കണോ ആക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് കളിക്കാൻ കഴിയും, നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ആ ബോള് നല്ല സൂപ്പറായിട്ട് കിക്ക് ചെയ്ത് നല്ലൊരു ഗോളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു. ബൈ ബൈ.